ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള റവ കൊണ്ടുള്ള ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 1/2 കപ്പ് എന്ന് പറയുന്നത് 125 ml കപ്പാണ്. അപ്പോൾ റവ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുത്ത റവയിലും വറുക്കാത്ത റവയിലും കുഴപ്പമില്ല, നമ്മൾ നെയ്യിലിട്ടിട്ട് നന്നായി ഒന്നൊരു 3-4 മിനിറ്റ് വറുത്തെടുക്കാം. ഇപ്പോൾ റവ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1/4 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് റവ നന്നായി ഒന്ന് വെന്ത് വരണം. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ പാലെല്ലാം തന്നെ റവയിൽ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കാവുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളം ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര എല്ലാം തന്നെ ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കീഴ് കൺസിസ്റ്റൻസിയാണ് ഈ സിറപ്പിന് വേണ്ടത്. ഒറ്റനൂൽ പരുവം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 2 മിനിറ്റ് കൂടി ഞാൻ നന്നായി തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ റവ എല്ലാം ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി ഇടുന്ന ഒരു നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് സോഡാ പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് നന്നായി ഒന്ന് വെതറി കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി കുഴച്ചെടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് ഈ സമയത്ത് കുറച്ച് തിക്കായിട്ടൊന്ന് തോന്നും. അപ്പോൾ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാദാ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് നന്നായി ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 5-6 വട്ടം നന്നായി പ്രസ് ചെയ്യുക. അതിനുശേഷം ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ അധികം വിള്ളലൊന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പരമാവധി വിള്ളലൊന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകാത്ത ഗുലാബ് ജാമുൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നല്ല ബോൾ പോലെയല്ല എടുക്കുന്നത്. ബോൾ പോലെ ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലായിട്ടാണ് ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 5 എണ്ണം ബോൾ ഷേപ്പിലും 5 എണ്ണം ചെറുതായി ഒന്ന് പരത്തിയ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പൊട്ടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്താലാണ് ഇത് എല്ലാ ഭാഗവും ഒരേ കളറായിട്ട് വരുള്ളൂ. ഞാനിതിന് മുന്നേ ബ്രെഡ് കൊണ്ടുള്ളൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടാവും നമ്മൾ ഫ്രൈ ചെയ്ത് വരുന്ന നേരം കൊണ്ട്. അപ്പോൾ നമുക്കത് ഒന്നുകൂടി നന്നായി ചൂടാക്കി എടുക്കണം. അതിനുശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബോൾ ഷേപ്പിലുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും ഇതേപോലെ ഷുഗർ സിറപ്പിലിട്ട് വയ്ക്കാം. അതിനുശേഷം ഒരു 30 മിനിറ്റ് ഇത് സിറപ്പിൽ തന്നെ ഇട്ട് വയ്ക്കുക. അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് സിറപ്പെല്ലാം തന്നെ പിടിച്ച് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നോക്കിയറിയാം, നല്ല ജ്യൂസി ആയിട്ടാണ്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഗുലാബ് ജാമുൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.